പശ്ചിമേഷ്യയിലെ സിറിയയ്ക്കും ഇസ്രായേലിനും മെഡിറ്ററേനിയൻ കടലിനും ഇടയ്ക്കുള്ള പച്ചപ്പകിട്ടാർന്ന ഒരു ചെറിയ ഒരു രാജ്യമാണ് ലെബനോൻ. സമ്പന്നവും സങ്കീർണവും മതപരവുമായ ഒരു ചരിത്രം ഈ ലെബനോനുണ്ട്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ലെബനോൻ വാഗ്ദത്ത ഭൂമിയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 7-ാം വചനത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ നാഗരികതകളിൽ ഒന്നാണ് നമ്മുടെ ലെബനോൻ. BC 3000-ൽ ഈ പ്രദേശത്ത് പ്രശസ്തരായ ഫിനീഷ്യക്കാർ ജീവിച്ചിരുന്നു. അവർ മികച്ച കപ്പൽ നിർമ്മാതാക്കളും വ്യാപാരികളുമായിരുന്നു. ലെബനീസിൽ പൈൻ മരങ്ങളും സീഡാർ മരങ്ങളും ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിനായി ഉപയോഗിച്ചിരുന്നു. ഫിനീഷ്യൻ നഗരങ്ങളായിരുന്ന ടയർ, സീഡോൺ, ബിബ്ലോസ് എന്നീ പുരാതന കാലത്തെ പ്രമുഖ സാംസ്കാരിക വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ലെബനനിൽ ഉണ്ടായിരുന്നത്. ലിപികളുടെ ആരംഭം ഈ ബിബ്ലോസിൽ നിന്നാണ്. പിന്നീട് ഈ പ്രദേശം അസീറിയക്കാർ, ബാബിലോണിയക്കാർ, പേർഷ്യക്കാർ, ഗ്രീക്കുകാർ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കീഴിൽ, റോമാക്കാർ, ഓട്ടോമൻ തുർക്കികൾ എന്നിവരുടെ എല്ലാം ഭരണത്തിൻ്റെ കീഴിലായി. 1943-ലാണ് ഫ്രഞ്ച് മാൻഡേറ്റ് അവസാനിക്കുകയും ലെബനോൻ സ്വതന്ത്രരാകുകയും ചെയ്തത്. ലെബനോനിൻ്റെ ജീവിതശൈലി കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഒരു സവിശേഷമായ മിശ്രിതമാണ്. തലസ്ഥാനമായ ബെയ്റൂട്ട് അതിൻ്റെ സാംസ്കാരിക വൈവിധ്യം, ഫാഷൻ, രാത്രി ജീവിതം എന്നിവയാൽ ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിൻ്റെ പാരീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഭക്ഷണശൈലിയും ശ്രദ്ധേയമാണ്. ലെബനീസ് ഭക്ഷണങ്ങളായ ഹുമൂസ്, തബൂലെ, കിബ്ബെ തുടങ്ങിയ പലതരത്തിലുള്ള വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ലെബനീസുകാരുടെ മേശ. മലമ്പ്രദേശങ്ങൾ തണുപ്പുള്ളതും തീരപ്രദേശങ്ങൾ ചൂടുള്ളതുമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് കൊണ്ട് ഒരേ ദിവസം തന്നെ കടലിൽ നീന്താനും മലമുകളിൽ സ്കേറ്റിംഗ് ചെയ്യുവാനും സാധിക്കുന്നത് കൊണ്ട് ലെബനനിലേക്ക് അനേകം വിനോദസഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി ഭംഗിയായി 1-ാം സ്ഥാനത്താണ് ലെബനോൻ. എല്ലാ മലകളും അതിൻ്റെ താഴ്വരകൾ കടലിലേക്ക് തള്ളി നിൽക്കുകയാണ്. ഇങ്ങനെയെല്ലാം ആണെങ്കിലും കഴിഞ്ഞ ദശകത്തിലെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും സാമ്പത്തിക തകർച്ചയും ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വിശ്വാസവും മതവും ലെബനീസ് സമൂഹത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകങ്ങളാണ്. ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമുള്ള ഒരു മതപരമായ വൈവിധ്യം ഇവിടെയുണ്ട്. ഈ വൈവിധ്യം രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. ലെബനോനെ ഒരു യുണീക്ക് രാഷ്ട്രമാക്കുന്നത് അതിൻ്റെ മതവിഭാഗങ്ങളുടെ സങ്കീർണമായ രാഷ്ട്രീയ പങ്കാളിത്തമാണ്. വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു അധികാരം പങ്കിടൽ സംവിധാനം ഇവിടെ നിലവിലുണ്ട്. ലെബനോനിലെ പ്രധാന മതവിഭാഗങ്ങൾ ക്രൈസ്തവരും മുസ്ലിങ്ങളുമാണ്. ക്രൈസ്തവ സമൂഹം ഇവിടെ നിരവധി ശാഖകളായി വേർതിരിച്ചിരിക്കുന്നു. ഇതിലേറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ വിഭാഗം കത്തോലിക്ക സഭയുമായി ബന്ധമുള്ള മാറോണൈറ്റ് കത്തോലിക്കരാണ്. മാറോണൈറ്റുകൾ ലെബനീസ് ചരിത്രത്തിൽ നിർണായക സ്വാധീനമുണ്ട്. രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം പരമ്പരാഗതമായി മാറോണൈറ്റ് സമുദായത്തിന് സംവരണം ചെയ്തിട്ടുള്ളതാണ്. മാറോണൈറ്റുകാർക്ക് പുറമെ ഗ്രീക്ക് ഓർത്തഡോക്സ്, മെൽക്കൈറ്റ്, കാത്തലിക്, അർമേനിയൻ, ഓർത്തഡോക്സ്, അസീറിയൻ ക്രിസ്ത്യാനികൾ എന്നിവരും ലെബനോനിലെ ക്രൈസ്തവ സമൂഹത്തിൽ ഉൾപ്പെടുന്നു. ഈ വിഭാഗങ്ങളെല്ലാം തങ്ങളുടെ തനതായ ആരാധനാക്രമങ്ങളും പാരമ്പര്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പാത്രിയാർക്കേറ്റ് ഉള്ളതും ലെബനോനിലാണ്. ലെബനോനിലെ പ്രധാന മുസ്ലിം വിഭാഗങ്ങൾ സുന്നികളും ഷിയകളുമാണ്. പ്രധാനമന്ത്രി സ്ഥാനം സുന്നി വിഭാഗത്തിനും പാർലമെൻറ്റ് സ്പീക്കർ സ്ഥാനം ഷിയ വിഭാഗത്തിനുമാണ് നീക്കിവെച്ചിട്ടുള്ളത്. കൂടാതെ ഡ്രൂസ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക മതവിഭാഗവും ഇവിടെ ശക്തമായ സാന്നിധ്യമാണ്. ഇവർക്ക് ഇസ്ലാമിക വിശ്വാസങ്ങളുമായി ബന്ധമുണ്ടെങ്കിലും തനതായ ആചാരങ്ങളും രഹസ്യ സ്വഭാവമുള്ള പല തത്വങ്ങളും ഇവർ പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകതരം മതവിഭാഗമാണിത്. രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിലും സാമൂഹിക മേഖലകളിലും ഇവർക്ക് വലിയ പങ്കുണ്ട്. ഈ മതവിഭാഗങ്ങൾക്ക് പുറമെ ജൂതമതം, ബിഹായി വിശ്വാസം എന്നിവയിലും വിശ്വസിക്കുന്ന ചെറിയ തോതിൽ ലെബനനിൽ അംഗങ്ങളായിട്ടുള്ളവരുണ്ട്. മതപരമായ സഹിഷ്ണുതയും സഹവർത്തിത്വവുമാണ് ലെബനീസ് സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത. എങ്കിലും
ഈ മതപരമായ വേർതിരിവുകൾ പലപ്പോഴും ആഭ്യന്തര സംഘർഷങ്ങൾക്കും രാഷ്ട്രീയ ഭിന്നതകൾക്കും കാരണമായിട്ടുണ്ട്. ലെബനിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള വിശുദ്ധരുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് വിശുദ്ധ ഷർബേൽ മഖ്ലൂഫ്. ഒരു മാറോനൈറ്റ് സന്യാസിയായിരുന്ന അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്നു. ലെബനീസ് ക്രിസ്ത്യാനികളുടെ ആത്മീയതയിൽ അദ്ദേഹത്തിന് പരമപ്രധാനമായ സ്ഥാനമാണുള്ളത്. അത്ഭുതങ്ങളുടെ വിശുദ്ധൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പോലും. വിശുദ്ധ ഷർബേലിനെ കൂടാതെ 19-ാം നൂറ്റാണ്ടിൽ മറ്റൊരു മാറോനൈറ്റ് സന്യാസിയായിരുന്ന വിശുദ്ധ റഫ്ക, വിശുദ്ധരായ നാംദുള്ള, ഹർദീനി എന്നീ വിശുദ്ധരും രക്തസാക്ഷികളും വാഴ്ത്തപ്പെട്ടവരും ഉൾപ്പെട്ട ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ് ലെബനോൻ. ഈ വിശുദ്ധരുടെ ജീവിതം ലെബനീസ് ക്രൈസ്തവ സമൂഹത്തിന് ഒരു വലിയ പ്രചോദനവും വിശ്വാസത്തിലുള്ള വലിയ ആഴവും നൽകുന്നുണ്ട്.